മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ദൈവത്തിൻ്റെ നിർവചനം ദൈവത്തിനും ദൈവവചനത്തിനും മാത്രമേ തരാൻ പറ്റൂ. ദൈവത്തിൻ്റെ നിർവചനം എന്താണ്? 1 യോഹന്നാൻ 4:8 ദൈവം സ്നേഹം ആകുന്നു. ഹല്ലേലൂയ. 1 യോഹന്നാൻ 4:16 ദൈവം സ്നേഹം ആകുന്നു. ഹല്ലേലൂയ. ജെറമിയ 31:3 ദൈവം അനന്ത സ്നേഹമാകുന്നു. ഹല്ലേലൂയ. ദൈവം സ്നേഹമാകുന്നു, ദൈവം അനന്ത സ്നേഹമാകുന്നു, ദൈവം അനന്ത കരുണയാകുന്നു. സങ്കീർത്തനം 136:1 കർത്താവിനോട് നന്ദി പറയുവൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. എല്ലാവരും ഇരിക്കുക. നമ്മൾ ദൈവത്തോട് ഒന്നാം സ്ഥാനത്ത് പ്രാർത്ഥിക്കേണ്ടത് എന്തിനു വേണ്ടിയാണ്? ദൈവം അനന്ത സ്നേഹമാണ്. ദൈവമേ, അങ്ങയുടെ അനന്ത സ്നേഹം കൊണ്ട് എന്നെ, ഞങ്ങളെ, അനേകായിരങ്ങളെ നിറയ്ക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജെറമിയ 32:25-27 ഞാൻ സർവശക്തനായ ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായി എന്തെങ്കിലുമുണ്ടോ? അപ്പോൾ നമ്മുടെ സമൂഹ പ്രാർത്ഥനയിലും വ്യക്തിപരമായ പ്രാർത്ഥനയിലും ദൈവത്തോട് നാം പ്രാർത്ഥിക്കണം. പ്രഭാഷകൻ 36:6 അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും പ്രവർത്തിച്ച് അങ്ങയുടെ കരബലം പ്രകടമാക്കണമേ. നമ്മൾ ഒരാൾക്ക് വേണ്ടി മാത്രമല്ല, അനേകായിരങ്ങൾ, അനേക ലക്ഷങ്ങൾ, ജനകോടികൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭാരതത്തിൽ 150 കോടി ജനമുണ്ട്. ഒരു മിനിറ്റെങ്കിലും ആ 150 കോടി ജനത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും. ഒരു കരം ഉയർത്തിക്കേ. യേശുവിൻ്റെ കുരിശുമരണം, പീഡാസഹനം എല്ലാം ലോകം മുഴുവന് വേണ്ടിയാണ്. ഭാരതത്തിലെ 150 കോടി ജനത്തെ കർത്താവായ യേശുവിൻ്റെ തിരുരക്തം കൊണ്ട് കഴുകണമേ, തിരുരക്ത കടലിൽ മുക്കണമേ, കഴുകണമേ. ആരെ? ഓരോരുത്തരെയും, എല്ലാവരെയും. ഈ പ്രാർത്ഥന ഭാരതം മുഴുവൻ ചെല്ലും. ഓർക്കുമ്പോഴൊക്കെ ചെല്ലിയാൽ മതി. ഭാരതത്തിലെ 150 കോടി ജനത്തെ, ഓരോരുത്തരെയും, എല്ലാവരെയും കർത്താവായ യേശുവിൻ്റെ തിരുരക്തം കൊണ്ട് കഴുകണമേ, തിരുരക്ത കടലിൽ മുക്കണമേ, കഴുകണമേ. പരിശുദ്ധാത്മാവ് കൊണ്ടും വചനം കൊണ്ടും നിറയ്ക്കണമേ. നമ്മുടെ മനസ്സ് ദൈവവചനം കൊണ്ട് നിറയണം. നമ്മുടെ തല, നമ്മുടെ ഹൃദയം പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജെറൂസലം ദേവാലയത്തിൽ പന്തക്കുസ്താ തിരുനാളിൽ വലിയ ജനം, യഹൂദജനം, ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും ആരാധനയ്ക്ക് വന്നുപോയിക്കൊണ്ടിരിക്കുന്നു. അവര് പ്രാർത്ഥിക്കുന്നു, നേർച്ച കാഴ്ചകൾ സമർപ്പിക്കുന്നു. ഈശോയ്ക്കൊരു കാര്യം മനസ്സിലായി, ഒരുത്തർക്കും മാറ്റം വരുന്നില്ല. എല്ലാവരും മിക്കവാറും സ്വന്തം കാര്യം, സിന്ദാബാദ് പ്രാർത്ഥനകളിലാണ്. ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് നിറയണമെന്നോ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയണമെന്നോ, ദൈവവചനം വെളിപ്പെട്ട് കിട്ടണമെന്നോ ഒന്നും ആർക്കും ചിന്തയില്ല. അതുകൊണ്ട് ഈശോ വലിയ സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവർ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. അതാണ് യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, നന്ദി എന്ന് നമ്മൾ കുറേ നേരം സ്തുതിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വരും. ദുഃഖത്തിൻ്റെ ബന്ധനം വിട്ടുമാറും, പൈശാചിക പീഡ വിട്ടുമാറും, പ്രതികൂല സാഹചര്യങ്ങളെയും
കാര്യങ്ങളെയും ഓർപ്പിച്ചു തരുന്ന സാത്താൻ പിന്മാറും. എപ്പോഴും ദുഃഖചിന്തകളും നിരാശയുടെ ചിന്തകളും ആകുലതയുടെ ചിന്തകളും ഭയത്തിൻ്റെ ചിന്തകളും കുത്തിവെക്കുന്ന സാത്താൻ നമ്മൾ യേശുവേ സ്തോത്രം, യേശുവേ നന്ദി എന്ന് ആവർത്തിച്ച് ഒരു 3 മിനിറ്റ്, ഒരു 5 മിനിറ്റ് സ്തുതിക്കുമ്പോൾ നമ്മുടെ അന്തരീക്ഷത്തിൽ നിന്ന് പോകും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അവൻ വീണ്ടും വരികയില്ലെന്നില്ല. സ്തുതിപ്പിൻ്റെ മനോഭാവം നമുക്ക് വേണം. എല്ലാ തിന്മകളും നന്മയ്ക്കാക്കി മാറ്റാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം. ലോകത്തിലെ എല്ലാ മലയാളി ക്രിസ്ത്യാനികൾക്കും അറിയാം ഇടയുള്ളൊരു വചനമുണ്ട്: ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് ദൈവം എല്ലാം നന്മയ്ക്കു വേണ്ടി, ഉപരി നന്മയ്ക്കു വേണ്ടി മാറ്റും എന്ന് നമുക്ക് അറിയാമല്ലോ. റോമ 8:28. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക്, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അങ്ങനെയുള്ളവരാണ്. കാരണം എന്താണ്? എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആർക്കും എൻ്റെ അടുക്കലേക്ക് വരാൻ കഴിയുകയില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് ദൈവം എല്ലാ പ്രതികൂലങ്ങളും ഉപരി നന്മയ്ക്ക് വേണ്ടി മാറ്റും. റോമ 8:28. അതിൻ്റെ അടുത്ത വചനത്തിൽ പറയുന്നുണ്ട് എന്താണ് ആ ഉപരി നന്മ. ദൈവം വിളിച്ചവർ തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനോട് സാദൃശ്യപ്പെടണം എന്ന് പിതാവ് ആഗ്രഹിക്കുന്നു. ടു ബിക്കം ലൈക്ക് ജീസസ്, ടു ബി ലൈക്ക് ജീസസ്. ഇംഗ്ലീഷിൽ ഒരു പാട്ടുണ്ട്: ടു ബി ലൈക്ക് ജീസസ്, ടു ബി ലൈക്ക് ജീസസ്, ഓൾ ഐ ആസ്ക് ടു ബി ലൈക്ക് ഹിം. എനിക്ക് ആകെ കൂടെ പ്രാർത്ഥിക്കാനുള്ള ഒന്നേ ഉള്ളൂ: എനിക്ക് യേശുവിനെ പോലെയാകണം. യേശുവിൻ്റെ ചിന്തകൾ ചിന്തിക്കണം, യേശുവിൻ്റെ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കണം, യേശു ഏത് കാര്യം പഠിപ്പിക്കുന്നോ അതിനുവേണ്ടി ജീവിക്കണം. യേശു എന്തിനായി ഈ ലോകത്തിലേക്ക് വന്നത്? മത്തായി 9:12-13. ഞാൻ നീതിമാന്മാരെ തേടി വന്നതല്ല, പാപികളെ പശ്ചാത്താപത്തിലേക്ക് വിളിക്കാൻ വന്നതാണ്. ആരോഗ്യവാന്മാർക്കല്ല, രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ടാവശ്യം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇങ്ങനെ ഒരു വിശിഷ്ട ജീവിതം നയിക്കണമെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് പാലായിലൊരു കൺവെൻഷൻ നടക്കുമ്പോൾ പ്രസംഗിക്കാൻ ആളില്ല, എന്നോട് പ്രസംഗിക്കാൻ പറഞ്ഞു. ഞാൻ എന്ത് പറയണമെന്ന് അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ഒരു വചനം പരിശുദ്ധാത്മാവ് തന്നു. 1 പത്രോസ് 3:15. യേശുവിനെ ജീവിതത്തിൻ്റെ സർവസ്വമായി, കർത്താവായി, ഭരണകർത്താവായി, നാഥനായി, ജീവിത സർവസ്വമായി സ്വീകരിക്കുക. പാപം നമ്മൾ ഉപേക്ഷിക്കുന്ന പക്ഷം, പശ്ചാത്തപിച്ച് പാപം ഉപേക്ഷിക്കുന്നു, ക്ഷമിക്കാൻ ഉള്ളവരോട് എല്ലാവരോടും ക്ഷമിച്ച് ശത്രുക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അടുത്ത സ്റ്റെപ്പ്: യേശുവിനെ നിങ്ങളുടെ ശിരസായി, കർത്താവായി, നാഥനായി, ജീവിത സർവസ്വമായി സ്വീകരിക്കുക. എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളിലും യേശുവിനോട് ആലോചന ചോദിക്കാൻ കുഞ്ഞുനാൾ തൊട്ട് പരിശീലിക്കണം. 1 സാമുവേൽ 3:10. കർത്താവേ അരുളി ചെയ്താലും ദാസനിതാ ശ്രവിക്കുന്നു. ഇതായിരിക്കണം നമ്മുടെ മനോഭാവം. അതിന് പ്രാർത്ഥിക്കാൻ സാധിക്കണമെങ്കിൽ തൽപ്പെട്ട ദോഷങ്ങളുണ്ടല്ലോ,
ആ 7 ഉപേക്ഷിക്കണം. അതാണ് പാപം വെറുത്തുപേക്ഷിക്കണം. പ്രഭാഷകനിൽ പറയുന്നില്ലേ 21:2, വിഷപ്പാമ്പിൽ നിന്നെന്ന പോലെ പാപത്തിൽ നിന്ന് ഓടി അകലുക. 2 യേശുവിനെ നമ്മുടെ ശിരസ്സായി, നാഥനായി, കർത്താവായി, ഭരണകർത്താവായി സ്വീകരിക്കുക. എല്ലാ കാര്യത്തിലും യേശുവിനോട് ആലോചന ചോദിക്കുക. കർത്താവേ, അരുളി ചെയ്താലും ദാസനിത ശ്രവിക്കുന്നു, ദാസീത ശ്രവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ മനോഭാവം ഉണ്ടെങ്കിലേ കൺവെൻഷൻ കൂടിയാലും ധ്യാനം കൂടിയാലും പരിശുദ്ധാത്മാഭിഷേക പ്രാർത്ഥനയിൽ പങ്കുചേർന്നാലും ആ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ, ദാനങ്ങൾ നമ്മളിൽ നിലനിൽക്കുകയുള്ളൂ. യേശുവാണ് എൻ്റെ ജീവിത ലക്ഷ്യം, വഴിയും സത്യവും ജീവനും ഞാൻ തന്നെ. ആര് പറഞ്ഞതാ? ഈശോ പറഞ്ഞതാ. യോഹന്നാൻ 14:6, എന്നിലൂടെ അല്ലാതെ ഒരാളും പിതാവിൻ്റെ അടുത്തേക്ക് വരുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാൻ 8:12, ലോകത്തിൻ്റെ പ്രകാശം ഞാനാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുന്നില്ല. എന്നെ അനുഗമിക്കുന്നില്ലെങ്കിലോ നിങ്ങൾ അന്ധകാരത്തിലാണ്. ലോകത്തിൻ്റെ പ്രകാശം ഞാനാകുന്നു. യോഹന്നാൻ 10:9, സ്വർഗത്തിലേക്കുള്ള വാതിൽ ഞാനാണ്. ഈശോ പറയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പസ്തോല പ്രവർത്തനം 4:12, മറ്റൊരുവനിലും രക്ഷയില്ല, ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്കായി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. കൈയടിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അല്പം മുമ്പ് ബിനോയ് അച്ഛൻ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ രോഗശാന്തികൾ അനുഭവപ്പെട്ടവര് കൈപൊക്കുക, എഴുന്നേൽക്കുക എന്ന് പറഞ്ഞപ്പോൾ ഈ കൺവെൻഷൻ ഹാളിൽ അനേകം പേര് എഴുന്നേറ്റ് വന്നു. എന്നാൽ അതിലധികം പേര് ഓൺലൈനിലൂടെ ഈ രോഗശാന്തികളും അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും സ്വീകരിച്ചിട്ടുണ്ട്. ഇനിയും സ്വീകരിക്കും യൂട്യൂബിലൂടെ ഇത് നമ്മൾ കാണുമ്പോൾ. കാരണം ജീവനുള്ള ദൈവത്തിൻ്റെ ജീവനുള്ള വചനമാണ് അവിടെ ആവർത്തിച്ച് കേൾക്കുന്നത്. പരിശുദ്ധാത്മാഭിഷേകവും ആന്തരിക സൗഖ്യവും പൈശാചിക പീഡകൾ എന്നുള്ള വിധത്തിലും യൂട്യൂബിലൂടെ വചനം കേൾക്കുമ്പോൾ നമുക്ക് ലഭിക്കും. അതുകൊണ്ട് ഇനിയും ഈ ഓൺലൈൻ ശുശ്രൂഷ നമ്മൾ കൂടുമ്പോൾ നോട്ട് ബുക്കും പേനായും കരുതിയിരിക്കണം. കാരണം എന്താണ്? മറന്നു പോകും, മറപ്പിച്ച് കളയാൻ സാത്താൻ നോക്കും. വചനം പഠിക്കുന്നത് നമ്മുടെ നിർബന്ധ ജീവിത ശരിയായിരിക്കണം. ദശാംശം കൊടുക്കുന്നു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. വരുമാനത്തിൽ 10-1. ഒന്നാമത്തെ വരുമാനം 24 മണിക്കൂറുള്ള ഒരു സൗജന്യദാനമാണ്. അതിൽ 10-1 കൊടുത്താൽ 2.5-2.5 മണിക്കൂർ കൊടുക്കണം. 10-ൽ 2 ആയാലും കുഴപ്പമില്ല. വചനമൊക്കെ കുറിച്ചെടുത്ത് ഒരു വചനം 10 പ്രാവശ്യം പറഞ്ഞാൽ കുറേയെല്ലാം ഓർത്തിരിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഒരു സഹോദരി എന്ന് പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ മൂട്ടശല്യം ഭയങ്കര ആണ്, കൊതുക് ശല്യം ഭയങ്കരമാണ്. ഞാനൊരു 3-4 വചനം അവർക്ക് തയ്യാറാക്കി കൊടുത്തു. അന്ന് തന്നെ മൂട്ടയും പോയി, കൊതുകും പോയി. ആ വചനം ചൊല്ലിത്തരാം. ലൂക്ക 10:18-19. അവൻ പറഞ്ഞു, സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിപതിക്കുന്നത് ഞാൻ കണ്ടു. സാത്താൻ ഇരിക്കുന്ന സ്വർഗമാണ് ഈ കാലഘട്ടത്തിലെ കാട്ടുപന്നി, കാട്ടാന, പിന്നെ മനുഷ്യനെ ശല്യം ചെയ്യുന്ന കുരങ്ങ്, ഇതെല്ലാം സാത്താൻ ഇരിക്കുന്ന സ്വർഗമാണ്. കൊതുകും അങ്ങനെയാണ്. ഉപദ്രവിക്കുന്ന ശക്തിയെല്ലാം സാത്താൻ്റെയാണ്. എന്തുകൊണ്ട് നമ്മെ ഉപദ്രവിക്കാൻ സാത്താനെ ദൈവം അനുവദിക്കുന്നു? ഗൗരവമായ ഒരു തെറ്റ് ക്രിസ്ത്യാനികൾക്കൊക്കെയുണ്ട്. വചനം പഠിക്കാൻ മെനക്കെടുന്നില്ല. ഒരു 10 വചനം നമ്മൾ കണ്ടുപിടിച്ച് വായിച്ച് കുറിച്ചെടുത്താൽ മറ്റുള്ളവരുടെ സഹായത്തോടെയോ വചനം നമ്മൾ വാഗൊണ്ടേറ്റു പറയുമ്പോൾ കുടുംബത്തിലെ പരിസരത്തിലെ പൈശാചിക പീഡ നിർവീര്യമാകും.
ആ സഹോദരിക്ക് ഈ വചനം കൊടുത്തു കഴിഞ്ഞ് പിറ്റേ ദിവസം പറഞ്ഞു, ഞാൻ സുഖമായിട്ടുറങ്ങി. നാളുകളായി ആമീൻ. കൊതുകടിയും ഹല്ലേലൂയ. മൂട്ടകടിയും വചനം പറഞ്ഞു പോയി. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ ഈ കാട്ടാന, കാട്ടുപന്നിയുടെ ഉപദ്രവം, കൃഷിനാശം എല്ലാം പോകാൻ പറ്റിയ വചനം നമ്മൾ പറഞ്ഞാൽ അതിൻ്റെ തിന്മയുടെ ശക്തി അതിൽ നിന്ന് പോകും. ഹല്ലേലൂയ. 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 സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിബന്ധിക്കുന്ന ഞാൻ കണ്ടു. സാത്താൻ ഇരിക്കുന്ന സ്വർഗം ഏതാണ്? നമ്മുടെ കേരളത്തില് കാട്ടാന, കാട്ടുപന്നി, ഉപദ്രവിക്കുന്ന എല്ലാ ജീവജാലങ്ങളും. എന്തുകൊണ്ടാണ് അവയ്ക്ക് നമ്മളെ ഉപദ്രവിക്കാൻ ശക്തി കിട്ടിയത്? നമ്മൾ വചനം പഠിക്കുന്നില്ല, അനുസരിക്കുന്നില്ല, അതിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നില്ല. യോഹന്നാൻ 1:1 ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു. ബാക്കി പറഞ്ഞേ, വചനം ദൈവമായിരുന്നു. യോഹന്നാൻ 1:1. യോഹന്നാൻ 1:14 വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. ആരത്? യേശു ക്രിസ്തു. വചനം സമം യേശു. ഹല്ലേലൂയ. 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 ഞാൻ ആ സഹോദരിക്ക് പറഞ്ഞു കൊടുത്ത അടുത്ത വചനം ഇതായിരുന്നു. ലൂക്ക 9:1-2. അവൻ 12 പേരെയും വിളിച്ച് സകല പിശാചുക്കളുടെയും മേൽ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു. ആദ്യം ശിഷ്യന്മാർക്ക് കൊടുത്തത് വചനം പ്രസംഗിക്കാനല്ല, രോഗശാന്തിയല്ല, പിശാചുക്കളെ ഒഴിക്കാനാണ്. എന്ത് പിശാച്? എപ്പോഴും ദുഃഖം കുത്തിവെക്കുന്ന, നിരാശ കുത്തിവെക്കുന്ന, ആത്മഹത്യാ ചിന്ത, കുറ്റംപതി, വെറുപ്പ്, ദേഷ്യം, പണ്ട് സംഭവിച്ച കാര്യം ഓർപ്പിച്ചു ദുഃഖം. നമ്മുടെ തലയിൽ അവൻ ദുഃഖം നിറയും. കാരണം തല, മനസ്സ് വചനം കൊണ്ട് നിറയേണ്ട തലയാണ്. അത് നിറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ ഒരു അച്ഛൻ പറഞ്ഞു, ഞാൻ ഇക്കൊല്ലം 8 ധ്യാനം കൂടി. എന്തിനാണ്? നല്ല വചനം കുറിച്ചെടുക്കാൻ ധ്യാനഗുരുക്കന്മാരുടെ പക്കൽ നിന്ന്. അപ്പം വേറൊരു അച്ഛൻ പറഞ്ഞു, ഞാൻ 12 കൂടി. എന്തിനാ? അവരുടെ വായിൽ നിന്ന് തന്നെ നല്ല വചനം കിട്ടും. ധ്യാനം കൂടുമ്പോൾ, പല ധ്യാന കേന്ദ്രത്തിൽ പോകുമ്പോൾ ആ വചനം പകർത്തി എഴുതി നമ്മൾ മനഃപ്പാഠമാക്കണം. മക്കൾക്കും കൊച്ചുമക്കൾക്കും അടുത്ത തലമുറയ്ക്കും ശേഖരിക്കാൻ, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. യേശുവേ നന്ദി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു വചനം നിങ്ങളുടെ മുമ്പിൽ പറയാം. യോഹന്നാൻ 6:57. ജീവിക്കുന്നവനായ പിതാവ് എന്നെ അയച്ചു, ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു. എന്നെ ഭക്ഷിക്കുന്നവൻ, വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവൻ, ഞാൻ ഇങ്ങോട്ട് വേണ്ട, ഞാൻ മൂലം, വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. വിശുദ്ധ കുർബാന വഴി നമുക്ക് വേണ്ടതെല്ലാം തരുന്നവനാണ് ദൈവം. വിശുദ്ധ കുർബാനയ്ക്ക് പതിവായി പോകുന്നവരെന്ന് കൈപൊക്കിക്കേ. വെറുതെ പോയാൽ പോരാ. തലേ ദിവസം തന്നെ ഒരു കടലാസ് എടുത്തിട്ട് ഇങ്ങനെ എഴുതുക, വിശുദ്ധ കുർബാന അനന്തയോഗ്യതയുള്ള ദിവ്യബലി. അതിൻ്റെ 5-6 കൊട്ടേഷനും പറയണം. 1 യോഹന്നാൻ 2:2. അവൻ നമ്മുടെ പാപപരിഹാര ബലിയാണ്. നമ്മുടെ മാത്രമല്ല, ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്കുള്ള പരിഹാര ബലി. അടുത്തത് യോഹന്നാൻ 1:29. ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അതാണ് വിശുദ്ധ കുർബാന. അനന്ത യോഗ്യതയുണ്ട്. നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന നിയോഗങ്ങളൊക്കെ എഴുതണം. അത് പിന്നെ നോക്കുമ്പോൾ മനസ്സിലാവും നമ്മുടെ സ്വന്തം കാര്യം പരിപാടിയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ എഴുതണം, ഇതുപോലെയുള്ള 1000-ഓ 10,000-ഓ 50,000-ഓ പേരെ കൂടെ ഞാൻ ഉൾപ്പെടുത്തുന്നു. അവരുടെ തകർച്ച, അവരുടെ ദുഃഖ ദുരിതങ്ങൾ, അവരുടെ ദാരിദ്ര്യം ഈ കുർബാനയിൽ ഞാൻ സമർപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ സ്നേഹത്തിൽ വളരും. അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. 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 ഈ വചനം തന്നെ വേറൊരാൾക്ക് ഞാൻ കൊടുത്തു. കൊതുക് ഇപ്പോഴും കുത്തിക്കൊണ്ടിരിക്കുകയാണ്. പലരോടും കുറ്റം വിധിയും വെറുപ്പും. ഇത് ഞാൻ കാലത്തെ പറഞ്ഞു, പലരെയും കുറ്റം വിധിക്കുകയും പറയുന്ന സ്വഭാവം മാറ്റി നന്മ മാത്രം ചിന്തിക്കണം. സ്നേഹത്തിൻ്റെ ചിന്തകളെ പാടുള്ളൂ. അപ്പം കൊതുക് പോകും, മൂട്ട പോകും, കാട്ടാന പോകും, കാട്ടുപന്നി പോകും.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. സർവശക്തമായ വചനം 2 മക്കബായർ 8:18 നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ബാക്കി പറഞ്ഞേ ലോകം മുഴുവനെ തന്നെയും അങ്കുലി ചലനം കൊണ്ട് തറ പറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഒരു സന്യാസഭയ്ക്കെതിരായിട്ട് ഒരാൾ കേസ് കൊടുത്തു. സ്കൂള് അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പോൾ ആ സുപ്പീരിയേഴ്സ് ഈ വചനം അവരുടെ മെമ്പേഴ്സിനോട് എല്ലാവരോടും ഓരോ ദിവസവും 20 പ്രാവശ്യം ഏറ്റിയെല്ലാം പറഞ്ഞു. നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും അങ്കുലി ചലനം കൊണ്ട് എല്ലാവരും 20 ദിവസത്തേക്ക് ഏറ്റു പറഞ്ഞു. കോടതി കേസ് പോയി ആൾ സ്ഥലം വിട്ടു. പിശാചാണ് ആ കോടതി കേസിന് ഒരുക്കിയത്. അങ്ങനെ ഇരിക്കുമ്പം വേറൊരാൾ കേസ് കൊടുത്തു. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ഓർത്ത് ആ സിസ്റ്റർ പ്രൊവിൻഷ്യാളാണ് എൻ്റെ അടുത്ത് വന്നു. അപ്പം ഞാൻ പറഞ്ഞു പണ്ട് പറഞ്ഞ വചനം തന്നെ സഭാങ്ങളോട് പറയാ, പണ്ട് പറഞ്ഞ വചനം തന്നെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് പോയി. വചനത്തിന് അനന്തശക്തിയുണ്ട്. പൈശാചിക പീഡകൾ നിർവീര്യമാകും. പക്ഷെ മൗനമായിട്ട് പറഞ്ഞാൽ പോരാ, നമുക്കൊക്കെ കേൾക്കത്തക്ക രീതിയിലെങ്കിലും പറയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർണാടകത്തില് ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ കൺവെൻഷന് പോയതാണ്. പ്രായം നിന്ന് ബിഷപ്പ് ഓടി വന്നു. നായിക്കമ്പറമ്പിൽ വെച്ചാൽ 10 കൊല്ലമായിട്ട് പള്ളി പണിയാൻ അനുവാദമില്ല. BJP ഞാൻ പറഞ്ഞു BJP എന്ന് പറയരുത്. ആരെങ്കിലുമൊക്കെ പൈശാചിക പീഡയുള്ള നേതാക്കന്മാർ കാണും, അവരിലൂടെ പിശാച് പ്രവർത്തിക്കും. BJP എന്നുള്ള വാക്ക് ഉപയോഗിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പം ഞാൻ പൊതുവായിട്ട് 3000 പേര് വരും, അവരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാമെന്ന്. ബിഷപ്പ് ഏതായാലും പൊതുവായിട്ട് പ്രാർത്ഥിപ്പിക്കണ്ടെന്ന് പറഞ്ഞു. ഭയമാണ്. അപ്പം അന്ന് വൈകുന്നേരം പിതാവ് ഒന്നിനും പറഞ്ഞു, ഞാനും പിതാവും തമ്മിൽ ഒരു കോൺട്രാക്റ്റ്. പിതാവും പ്രാർത്ഥിക്കുക, ഞാനും പ്രാർത്ഥിക്കുക. ഇതാണ് 10 പേരാണ് നമുക്ക് പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയോ എതിര് നിൽക്കുന്നതെങ്കിൽ അതുപോലെയുള്ള 10,000 പേര് കർണാടകത്തിൽ കാണാം. അവരെ തിരുരക്തം കൊണ്ട് കഴുകണേ. എത്ര 10,000 പേരെ തിരുരക്തക്കടലിൽ മുക്കണമേ, കഴുകണമേ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. പിതാവും പറഞ്ഞു, ഞാനും പറഞ്ഞോളാം. പിതാവ് തിരിച്ചു പോയിട്ട് പറഞ്ഞു, ഞാൻ ഇവിടുന്ന് പറഞ്ഞോളാം. അന്നത്തെ കൺവെൻഷൻ കഴിഞ്ഞ് അത്താഴം കഴിഞ്ഞ് ഞാൻ എൻ്റെ മുറിയിൽ ചെന്നപ്പം ഇത് 4 പ്രാവശ്യം പറഞ്ഞു. ഒരുപക്ഷെ കർണാടകത്തിൽ പള്ളിപണിക്കും സുവിശേഷ വേലയ്ക്കും എതിരായി ഇവിടെ 10 ഉണ്ട്, 10,000 കാണും. ആ 10,000 പേരെ തിരുരക്തക്കടലിൽ മുക്കണമേ, കഴുകണമേ, പരിശുദ്ധാത്മാവോട് നിറയ്ക്കണമേ. ഞാൻ എഴുന്നേറ്റ് നിന്ന് രാത്രി 9 മണിക്ക് 4 പ്രാവശ്യം ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചു. എനിക്ക് കേൾക്കത്തക്ക രീതിയിൽ 24 മണിക്കൂറിനുള്ളിൽ ബിഷപ്പ് അവിടുന്ന് പോയി. ബിഷപ്പ് വിളിച്ചു പറഞ്ഞു, നായിക്കമ്പർമലത്തിനോട് പറയാൻ ഞങ്ങൾക്ക് അനുവാദം കിട്ടി. ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിൻ്റെ നാമം അനന്തശക്തി. മത്തായി 28:18 സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഫിലിപ്പിയർ 2:10 എല്ലാ മുഴങ്കാലുകളും യേശുവിൻ്റെ നാമത്തിന് മുമ്പിൽ മടങ്ങും. നമ്മൾ വിശ്വാസത്തോടെ യേശുവിൻ്റെ നാമത്തെക്കുറിച്ചുള്ള ഒരു 10-40-50 വചനം കുറിച്ച് വെക്ക്. അത് അല്പം ഉറക്കെ വായിക്ക്, ക്രമേണ മനഃപ്പാഠമാക്കുക. വീട്ടിലെ കെട്ടുകൾ, ബന്ധനങ്ങൾ അഴിയും. കാരണം യേശുവിൻ്റെ നാമത്തിന് അനന്തശക്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തത്തിന് അനന്തയോഗ്യത. 1 യോഹന്നാൻ 1:7 ദൈവപുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളും കഴുകിക്കളയും. വലതുകരം ഉയർത്തി ഒന്ന് പറഞ്ഞേ, 1 യോഹന്നാൻ 1:7 1 യോഹന്നാൻ 1:7 ദൈവപുത്രനായ യേശുവിന്റെ രക്തം, ദൈവപുത്രനായ യേശുവിന്റെ രക്തം എല്ലാ പാപങ്ങളും കഴുകിക്കളയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ എൻ്റെ മുറി തുറന്ന് പുറത്തോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. മുറിയുടെ മുമ്പിൽ ഒരാൾ കാലത്ത് നിൽക്കുക. ഞാൻ ചോദിച്ചു എന്താ കാര്യം? അതെ, ഞാൻ ടാൻസാനിയയിൽ ജോലി ചെയ്യുന്ന ഒരു മലയാളി ഡ്രൈവറാണ്. ഞങ്ങൾക്ക് അവിടെ വലിയൊരു പ്രശ്നമുണ്ട്. എന്ന് വണ്ടി ഓടിച്ചാലും അവിടെ ഇവിടെയെല്ലാം പോലീസുകാർ പാത്ത് നിൽക്കും, ഒളിഞ്ഞു നിൽക്കും. പെട്ടെന്ന് വരും, ചെക്ക് ചെയ്യാൻ വരും. ഉദ്ദേശം കൈക്കൂലിയാണ്. ഒരു ദിവസം തന്നെ അനേകം പോലീസുകാർക്ക് കൈക്കൂലി കൊടുക്കണം. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കൊരു പ്രാർത്ഥന കിട്ടി. അത് ഈ പറയുന്ന പ്രവചനം നമുക്കെല്ലാവർക്കും വേണ്ടിയുള്ളതാണ്.
കണ്ടുമുട്ടാൻ പോകുന്ന 5 ലക്ഷം പേരെ യേശുവിൻ്റെ തിരുരക്തം കൊണ്ട് കഴുകണമേ, പൊതിയണമേ. പിന്നെ ഒറ്റ പോലീസുകാർ ഇതുവരെ എന്നെ തടഞ്ഞിട്ടില്ല. കണ്ടുമുട്ടാൻ പോകുന്ന 5 ലക്ഷം പേരെ കർത്താവായ യേശുവിൻ്റെ തിരുരക്തം കൊണ്ട് കഴുകണമേ, പൊതിയണമേ എന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവരുടെ പാപം, കൈക്കൂലി കൊതി പരിശുദ്ധാത്മാവ് കഴുകിക്കളഞ്ഞു. പിന്നെ ഒരാൾ ശല്യം ചെയ്യുന്നില്ല. ഇത് നമ്മളും പരിശീലിക്കണം. നമ്മുടെ മക്കൾ വിദേശത്തുണ്ട്. നമ്മുടെ മക്കൾ ജീവിക്കുന്ന സ്ഥലം ചുറ്റുമുള്ള 50,000 തൊട്ട് 5 ലക്ഷം പേരെ തിരുരക്തം കൊണ്ട് കഴുകണമേ, തിരുരക്ത കടലിൽ മുക്കണമേ, പരിശുദ്ധാത്മാവോട് നിറയ്ക്കണമെന്ന് പറഞ്ഞാൽ അയർലൻഡിലും UK യിലും ആഫ്രിക്കയിലും ഓസ്ട്രേലിയയിലെല്ലാം അവർക്ക് ചുറ്റുമുള്ള 5 ലക്ഷം പേരെ പരിശുദ്ധാത്മാവ് കഴുകും. അവർ നമ്മുടെ മക്കളുടെ ഉപകാരികളായിത്തീരും. കൈ ഉയർത്തി കൈയടിച്ച് കർത്താവിന് നന്ദി പറയുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.